ഇന്ദ്രേട്ടാ നടക്കണോ നടക്കണോ ഇങ്ങോട്ട് നടക്കണോ ഇന്ന് ഞാൻ നടക്കണോ ആരാണിങ്ങോട്ട് ശ്യാമേ 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 എന്താ എന്താ ഇവിടെ പ്രശ്നം? ഇയാള് നമ്മുടെ വിച്ചുമോനെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കായിരുന്നു ചേച്ചി. മോനെ തട്ടിക്കൊണ്ടു പോവാനോ? ഭാഗ്യം കൊണ്ട് അടുത്ത് ഞങ്ങൾ കണ്ടത്, അല്ലെങ്കിൽ ഇയാള് മോനെയും കൊണ്ട് സ്ഥലം വിട്ടേനെ. വിച്ചുട്ടാ എന്താ മോനെ ഇതൊക്കെ? നിനക്കൊന്നും പറ്റിയില്ലല്ലോ? മോളെ ഞാൻ ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ നോക്കിയതാ. ശ്യാമേ വേണ്ട, അയാളെ വിട്. വിടാൻ ഞാൻ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയതൊന്നുമല്ല. വയ്യാത്ത ഈ മനുഷ്യനെ ആരും ഒന്നും ചെയ്യണ്ട. ഇയാള് മോനെ തട്ടിക്കൊണ്ടുപോകാനാ നോക്കിയെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഉറപ്പുണ്ടോ? എടുത്തി ഇയാള് മോനെയും കൊണ്ട് ഓടി പോകുമ്പോഴാണ് ഞങ്ങൾ പിടിച്ചത്. മോളെ കൂട്ടം തെറ്റി നടക്കായിരുന്ന കുഞ്ഞിനെ അമ്പലത്തിലെ ഓഫീസിൽ ഏൽപ്പിക്കാനാ ഞാൻ കൂട്ടിക്കൊണ്ടുപോയത്. ഇയാളെ പോലുള്ളവർ ഇങ്ങനെയൊക്കെ പറയുള്ളൂ. എടുത്തി എന്തായാലും ഇയാളെന്ന് വെറുതെ വിടാൻ പറ്റില്ല. ഇങ്ങോട്ട് ഓടോ ഇങ്ങോട്ട്. ശ്യാമേ വിട്, വേണ്ടെന്ന് പറഞ്ഞില്ലേ? ശ്യാമേ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കിട്ടില്ലേ? അതുപോരെ? എടുത്തി സത്യം മോനെ എടുത്തോണ്ട് പോയത് അമ്മയാണ്. എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിനെ കൈവിടാതെ നോക്കേണ്ടത് അമ്മയല്ലേ? ഇയാളെ പറഞ്ഞു വിട്ടേക്ക്. ഇയാളിവിടെ ലോട്ടറി വിറ്റ് നടക്കുന്നൊക്കെ ഞാൻ കണ്ടതാ. ഈ മനുഷ്യൻ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോവെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾ പോയിക്കോ, ഇനി ഇവിടെ നിക്കണ്ട, വേഗം പോയിക്കോ. എടുത്ത് ഇയാളെ പോയിക്കോട്ടെ ശ്യാമേ. നിങ്ങൾ വന്നേ, വാ വാ. അനു, നീ എന്താ പറയാതെ പോന്നത്? അത് എന്താടാ എന്താ സത്യ? എടാ എന്താടാ ഉണ്ടായേ? ഏട്ടാ അത് വിച്ചുമോൻ അമ്മയുടെ കയ്യിൽ എങ്ങനെയോ മിസ്സായി. ഒരാൾ എടുത്തോണ്ട് പോകുന്ന കണ്ട് ഞങ്ങൾ പോയി പിടിച്ചു. എന്നിട്ട് അയാളെവിടെ? അയാളെ ഞാൻ പറഞ്ഞു വിട്ടു ഇന്ദ്രേട്ടാ. നമുക്ക് നമ്മുടെ മോനെ തിരിച്ചു കിട്ടിയില്ല, അത് മതി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാനു? അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. ഇന്ദ്രേട്ടാ അത് പിന്നെ അനു, അല്ലെങ്കിൽ അയാൾ നാളെ വീണ്ടും ഇത് തന്നെ ചെയ്യും. നിങ്ങൾ എന്നെ വിടുവാ, നമുക്ക് നോക്കാം. ഇന്ദ്രേട്ടാ നിക്ക് നിക്ക്. അതിനു മുമ്പ് അമ്മയുടെ കയ്യിൽ നിന്ന് എങ്ങനെ കുഞ്ഞിന് നഷ്ടപ്പെട്ടു എന്ന് ചോദിക്കും. അയാള് കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുമ്പോ അമ്മ നോക്കി നിൽക്കായിരുന്നു അവിടെ. സോന, അമ്മേ ദേവി, എന്റെ വിച്ചൂട്ട, നീ അച്ഛമ്മയെ തീ തീറ്റിച്ച് കളഞ്ഞല്ലോ. ഞാൻ എന്റെ വിച്ചുമോനെ എന്ന് എടുത്തോട്ടെ അനു. വിച്ചൂട്ടനെ ഞാൻ കൊണ്ടേ കളഞ്ഞൊന്നുമില്ലല്ലോ. പിന്നെന്താ മോനെ സംഭവിച്ചത്? ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കൊണ്ടു പോയതല്ലേ? അമ്മ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തെറ്റാർക്ക് സംഭവിച്ചാലും അത് തെറ്റ് തന്നെയാ. എന്റെ തലയിൽ എന്തെങ്കിലും കുറ്റം കെട്ടിവെക്കാൻ കാത്തു വെക്കാണല്ലോ എല്ലാരും. എന്റെ കണ്ണെന്ന് തെറ്റിയപ്പോ ഏതോർത്തും കൊച്ചിനെടുത്തോണ്ട് പോയി. അവനെ നിങ്ങൾ ആരെങ്കിലും പിടിച്ചോ? അതാ ബോട്ടിൽ വെച്ച് കണ്ട ആളായിരുന്നു. അയാളെ അടുത്ത് വിട്ടയച്ചു. അതെന്താ അയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാതിരുന്നേ? അത് പിന്നെ അങ്ങനെയാണല്ലോ. നിന്റെ ഏട്ടത്തിന്റെ നോട്ടത്തിലെ കട്ടോണ്ട് പോയതിനേക്കാൾ വലിയ തെറ്റുകാരി അബദ്ധത്തിൽ കണ്ണു തെറ്റിപ്പോയി ഞാനാടി. അതങ്ങനെ വരൂ. ഞാനാണല്ലോ ഇവളുടെ മുഖ്യ ശത്രു.
അമ്മേ അതിപ്പം സ്വന്തം കുഞ്ഞിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാ ഒരമ്മയ്ക്കും അത് സഹിക്കാൻ പറ്റില്ല.